നമസ്കാരം. ബിരാണ രുചികളത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധി. നമ്മൾ ഓണം സ്പെഷ്യൽ സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഓണം സ്പെഷ്യലിൻ്റെ രണ്ടാമത്തെ വിഭവമായിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. സാമ്പാറിൻ്റെ ഇന്ന് മേൽനോട്ടം കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്, വിനോദാണ്. അപ്പോൾ ആദ്യം നമുക്ക് സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിൽ വെക്കാം. കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ച പരിപ്പ് കുക്കറിലേക്ക് ഇടുക കേട്ടോ. വെള്ളം 2 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. കുക്കറിനകത്തേക്ക് അത് ഇടുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം കായം, ഇനിയുണ്ടല്ലോ ഒരു 2 തുള്ളി എണ്ണ. ഈ എണ്ണ ഒഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ മേളിലേക്ക് വിസിലടിക്കുമ്പോൾ തൂവിപ്പോരില്ല. ഇനി ഇത് ഒരു വെളിച്ചെണ്ണയാണോ? വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ ഏത് എണ്ണയിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു വിസിലടിക്കുന്നവരെ നമ്മളിത് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഇനി സാമ്പാറിന് അടുത്ത വേണ്ട സാധനം ഇതാ, ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളിയുണ്ട്. അതൊരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക, ഒന്ന് അലിക്കട്ടെ. അപ്പോൾ സാമ്പാറിൻ്റെ പച്ചക്കറികൾ നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇത് ഒരു മുരിങ്ങയ്ക്ക, അതായത് ഏകദേശം 2 ഇഞ്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തതാണ്. ഇത് മത്തങ്ങ 1 കപ്പ്, കുമ്പളങ്ങ 1 കപ്പ്, പിന്നെ പടവലങ്ങ 1 കപ്പ്. ഇത്രയും സാധനം പ്രധാന പച്ചക്കറികൾ. ഇനി സൈഡ് പച്ചക്കറികളായിട്ട് ഇതാ 3 വെണ്ടയ്ക്ക, ഒരു 8-10 ചെറിയ ഉള്ളി, 1 തക്കാളി. ഇത്രയാണ് നമ്മൾ പച്ചക്കറികൾ ഉപയോഗിക്കുന്നത്. ഒരു വിസിലടിച്ച് നമ്മുടെ പരിപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്, ഇച്ചിരി വെള്ളമൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക്, നമ്മൾ ഈ എളുപ്പത്തിലുള്ള കുക്കിംഗ് ആണല്ലോ, അപ്പോൾ കുക്കറിനകത്തേക്ക് ബാക്കി പച്ചക്കറികൾ ഇടുക. കുക്കർ ഓൺ ചെയ്യുക, ഒന്നിച്ച് എല്ലാ സാധനങ്ങളും ഒന്നിച്ച്. വെണ്ടയ്ക്കയും തക്കാളിയും ഒഴിവാക്കി ബാക്കിയെല്ലാം നമ്മൾ ഇടുക. ആദ്യം നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തു. കേരള സദ്യ സാമ്പാർ എളുപ്പത്തിലുണ്ടാക്കാൻ മുരിങ്ങക്കോൽ ഇട്ട് കൊടുത്തു. നമ്മുടെ പടവലങ്ങ ഇട്ട് കൊടുത്തു. നമ്മുടെ കുമ്പളങ്ങ ഇട്ട് കൊടുത്തു. നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നു. ആവശ്യത്തിന് ഉപ്പ്, ഞാനൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ. സാധനം നമുക്ക് ഇത് ചെയ്യാം. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു വിസിൽ വരെ നമുക്കത് കാത്തിരിക്കാം കേട്ടോ. പങ്കാളി, നമ്മുടെ സാമ്പാറിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ വരാം. വറുത്തരച്ച സാമ്പാറാണല്ലോ. അപ്പോൾ ആദ്യം നമ്മളൊരു പാന് അടുപ്പിലേക്ക് വെക്കുക. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 6 വറ്റൽമുളക് ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. രണ്ട് സാധനം കൂടി നമുക്ക് ചേർക്കാനുണ്ട് ഇതിൽ. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് എടുത്ത് ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉലുവ, 1 പിഞ്ച് ജീരകം കൂടെ കേട്ടോ, ഒരു ടേസ്റ്റാണേ. അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ഇനി നമുക്കിത് ചെറുതായിട്ട് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് നിർത്തണം. ഒരു ഇത്തിരി കൂടി മൂക്കാനുണ്ട്. നമുക്കിതൊരു സദ്യ സ്റ്റൈൽ സാമ്പാറാണ് കേട്ടോ. നമ്മുടെ ഓണം സ്പെഷ്യൽ സീരീസിലേക്കുള്ള സാമ്പാറാണ്. ഓർമ്മയുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. ഒരു ഇത്തിരി കൂടി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിക്കോട്ടെ. 1 തണ്ട് കരിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടേസ്റ്റിനാണ്. ഇപ്പോൾ ഏതാണ്ട് ബ്രൗൺ ആകാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ നമുക്കൊരു ടെക്നിക്ക് ചെയ്യാനുള്ള എന്നാണെന്നറിയോ, ഒരു 1.5 ടേബിൾ സ്പൂൺ ഒരു സാമ്പാർ പൊടിയും കൂടെ ചേർക്കുക. നമ്മളത് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ട്രഡീഷണൽ ടേസ്റ്റ് വരാൻ വേണ്ടി. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കും. സാമ്പാർ പൊടി ഒരുപാട് മൂക്കേണ്ട കാര്യമില്ല, കാരണം തേങ്ങയൊക്കെ മൂത്തിരിക്കുവാണല്ലോ. അപ്പോൾ ഇനി നമ്മളിതിനെ ആറാനായിട്ട് വെക്കും. ഇത് പൊടിച്ചെടുക്കാനല്ലേ? പൊടിച്ചെടുത്ത് ഇപ്പം ഒരു ട്രഡീഷണൽ മണമൊക്കെ വരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ആറാൻ വെക്കാം. ഓക്കെ.
നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും മറ്റ് സാധനങ്ങളും കൂടെ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അരച്ചിട്ട് വരാം. ഇതാ തേങ്ങ വറുത്ത അരച്ച അരപ്പ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. ഇനി നമുക്കത് ഒരു വിസിലിന് ശേഷം നമ്മുടെ കുക്കറിനകത്തേക്ക് ഇത് യോജിപ്പിക്കണം. ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ തുറന്നു. ഇതാ ഒരുവിധമൊക്കെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെണ്ടയ്ക്ക, നമ്മൾ അരിഞ്ഞ് വെച്ച 3 വെണ്ടയ്ക്ക ഉണ്ടല്ലോ, ആ വെണ്ടയ്ക്ക ചേർക്കുന്നു. തക്കാളി ചേർക്കുന്നു. സ്റ്റൗ ഓൺ ചെയ്യാം കേട്ടോ. തക്കാളി ചേർക്കുന്നു. 1 തക്കാളിയാണേ. 1 തക്കാളി ചേർക്കുന്നു. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി, ആ പുളി പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഒഴിക്കുക. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പുളി ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതിനാണ് ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു ലേശം ഉപ്പൂടെ ഇട്ട് കൊടുത്തേക്കാം. ഇനി നമ്മൾ കുക്കർ അടയ്ക്കുന്നില്ല കേട്ടോ. ഇനി നമ്മളപ്പോൾ അരച്ച് വെച്ച അരപ്പ് ഇതാ ഇതിനകത്തേക്ക് ചേർക്കുന്നു. മിക്സി ബൗള് കഴുകി അതിനകത്തുള്ളതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണേ. വെള്ളം നമ്മൾ കൺട്രോൾ ചെയ്യണം കേട്ടോ. ആവശ്യത്തിന് എത്ര വലിപ്പം വേണമെന്നുള്ളത് അനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുക. അപ്പം നമ്മുടെ സാമ്പാർ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞ് ടെമ്പറും കൂടെ ചെയ്താൽ നമ്മുടെ സാമ്പാർ റെഡിയാവും. അപ്പോൾ ടെമ്പറിങ്ങിനുള്ള പരിപാടി നമുക്ക് നോക്കാം. ഇത് ഇവിടെ ഇരുന്ന് ലേശം തിളക്കട്ടെ. ഞങ്ങൾ സാമ്പാറിന് ടെമ്പർ ചെയ്യാൻ ഇത്രയും സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ കടുക്, ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തെടുത്തത്, 1 തണ്ട് കറിവേപ്പില, എത്രയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെമ്പർ ചെയ്തേക്കാം, അല്ലെങ്കിൽ താളിച്ചേക്കാം. നമ്മൾ താളിക്കാനുള്ള അല്ലെങ്കിൽ ടെമ്പർ ചെയ്യാനുള്ള പരിപാടിക്ക് പോവുകയാണേ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എന്ന് പറയുമ്പം ഒരു 1.5-2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ പാനിലേക്ക് ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നു. അതൊന്ന് ചെറുതായിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ വറ്റൽമുളക് 3 വറ്റൽമുളകാണ് എടുത്തത് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്ത വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നു. ഈ വറ്റൽമുളക് ഒന്ന് കളറ് മാറുമ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കും. അപ്പം ഉള്ളിയുടെയൊക്കെ ഒന്ന് കളറ് മാറി വരും. അപ്പം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കളറൊന്ന് മാറി ഒന്ന് ചെറിയ ഇതാകുമ്പോഴത്തേക്കും മതി. നമ്മുടെ ടെമ്പറിങ്ങിനുള്ള സംഗതി ശരിയായിട്ടുണ്ട്. നമ്മളത് ഓഫ് ചെയ്യുന്നു. ഇനി ചൂടോടെ തന്നെ നമ്മൾ സാമ്പാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടെമ്പറിങ്ങും പൂർത്തിയായി. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നില്ലേ. അതാണ് നമ്മുടെ സാമ്പാറിൻ്റെ ഗുണം. ഒട്ടും എണ്ണ കളയണ്ട കേട്ടോ. കാരണം എണ്ണയ്ക്കൊക്കെ അപ്പാതിരി വിലയാണ് വെളിച്ചെണ്ണയ്ക്ക്. അതുകൊണ്ട് ഒട്ടും എണ്ണ കളയാതെ നമ്മുടെ സാമ്പാർ റെഡി. ഓണത്തിനുള്ള 2ാമത്തെ വിഭവമാണ്. ഓണം സീരീസിലെ 2ാമത്തെ വിഭവം. എളുപ്പത്തിലുണ്ടാകും. അതെ, നമുക്കിതെല്ലാം കൂടെ കൂടിയിട്ട് 1/2 മണിക്കൂർ മതിയാവും സാധനം. ബംഗാളിയെ നമുക്ക് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റിയാലോ? ഒഴിക്കുക. സുഖമായിട്ട് ഒരു 6-7 പേർക്ക് വേണേൽ കഴിക്കാം അല്ലേ. 4 പേർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സാമ്പാറിൻ്റെ ഒക്കെ കാര്യം അറിയാമല്ലോ. നമ്മൾ കഴിക്കുന്നത് വളരെ കുറച്ചായിരിക്കും. അപ്പോൾ ഇത് ഒരു 6-7 പേർക്ക് കഴിക്കാം അല്ലേ ബംഗാളി? തീർച്ചയായിട്ടും. അപ്പോൾ സുഖമായിട്ട് കഴിക്കാം 6-7 പേർക്ക്. ഈ സാമ്പാർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓണത്തിന് ഇത് ഒന്ന് പ്രയോഗിച്ച് നോക്കുക. ഇപ്പം വിരാടൻ രുചിക്കളത്തിൻ്റെ ഓണം സീരീസിലെ 2ാം എപ്പിസോഡായിട്ടുള്ള സാമ്പാറിൻ്റെ എളുപ്പം ചെയ്യാവുന്ന സാമ്പാറിൻ്റെ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ്. അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക.
അപ്പോൾ അടുത്ത വിഭവവും ഓണം വിഭവവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. പങ്കാളി നമസ്കാരം.